സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പനി ബാധിച്ച് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം 6000-ഓടടുത്തു. ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവ ബാധിച്ച് ചികിത്സ തേടുന്നവർ നിരവധിയാണ്. കാലവർഷം എത്താറായി. ഇനി പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകാനുള്ള സാധ്യതയും വരികയാണ്. ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പ്രകാരം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുനിഷ അയലൂർ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. ഇനി മഴ പെയ്ത് തുടങ്ങാൻ ഇടവം തുടങ്ങിക്കഴിഞ്ഞു. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പലയിടങ്ങളിലും. മഴക്കാലപൂർവ്വ രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ഇത് രണ്ടും ഒന്നിച്ചു വരുന്നതാണ് നമ്മൾ എല്ലാ വർഷവും കാണുന്നത്. കാലവർഷത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇത്രയും പനിക്കണക്ക് വരുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണല്ലോ സുനിഷ. പനിക്കണക്ക് വരുന്നു എന്നത് തന്നെയാണ് ആശങ്ക ഉയർത്തുന്നത്. ഒപ്പം തന്നെ 27ഓടുകൂടി കാലവർഷം ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം കൂടാനുള്ള സാധ്യത, പനിക്കണക്ക് ഇനിയും ഉയരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് മഴക്കാലപൂർവ്വ ശുചീകരണം എന്നത് തന്നെയാണ്. ഇന്നും അല്പസമയം മുമ്പും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന അറിയിപ്പ് നേരത്തെ തന്നെ ആരോഗ്യ ജാഗ്രതാ കലണ്ടറൊക്കെയും നൽകിയിരുന്നു. ഫെബ്രുവരിയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പറഞ്ഞിരുന്നത് മഴക്കാലമാകുന്നതിന് ഒരു മാസം മുന്നേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓരോ കേന്ദ്രങ്ങളിലും ഇതേ രീതിയിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പ്രധാനമായും ഓടകളൊക്കെ തന്നെയും വൃത്തിയാക്കേണ്ടതിന്റെ സാഹചര്യം കൂടുതലാണ് എന്നുള്ളതാണ്. പല ഭാഗങ്ങളിലും ഇങ്ങനെ കൊതുക് മുട്ടയിട്ടും ഡെങ്കിപ്പനി, എലിപ്പനി അടക്കം വരുന്നൊരു സാഹചര്യമുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളവും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ ഏതായാലും രോഗം കൂടുന്നു. ഇപ്പോൾ വെയിലാണ്, ഒപ്പം തന്നെ ഇടവിട്ടുള്ള മഴ വരുന്നൊരു പശ്ചാത്തലത്തിലാണ് പനിക്കണക്കുകളും ഒപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി ഒക്കെ തന്നെയും കൂടുന്നതും. ഇതിന്റെ ഭാഗമായി നിരവധി ആളുകളാണ് ഓരോ ദിവസവും 1000-ലധികം പേരാണ് പനിയൊക്കെ ബാധിച്ച് ചികിത്സ തേടുന്നത്. സുജയ. ഓക്കെ സുനിഷ അയലൂർ.